എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 2025 വർഷത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് സംസ്ഥാനത്ത് നടന്നു വരികയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ജൂൺ 25 ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചുവെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ചില അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് തുടങ്ങിയിട്ടില്ല എന്നും ചില റിപ്പോർട്ടുകൾ നിലവിലിപ്പോൾ വരുന്നുണ്ട്. അതിന് കാരണം മുൻപ് ബയോമെട്രിക് മസ്റ്ററിംഗ് ഉപയോഗിച്ചിരുന്നത് സീരിയൽ പെട്ട ഡിവൈസുകളിൽ ഒക്കെയാണ് വിരലടയാളം പോലുള്ളവ പതിപ്പിച്ച് മസ്റ്ററിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശമനുസരിച്ച് കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള L1 സീരീസിൽപ്പെട്ട ഡിവൈസുകളിലാണ് ഇപ്പോൾ പ്രധാനമായും മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മെഷീന് 4000-ലധികം രൂപ വേണമെന്ന് മാത്രമല്ല, ഒന്നിലധികം ഡിവൈസുകളും വേണ്ടതാണ്. സാമ്പത്തികപരമായിട്ടും ലഭ്യതയുടെ പ്രശ്നങ്ങളും കാരണം ചിലയിടത്തൊക്കെ മെഷീനുകൾ ഇല്ലാത്തതുകൊണ്ട് മസ്റ്ററിംഗ് നടക്കുന്നില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതിനാൽ മസ്റ്ററിംഗ് തുടങ്ങിയിട്ടുള്ള ആദ്യ 1-2 ആഴ്ചകളിലേക്ക് പോകുന്നതിന് വേണ്ടി മുമ്പ് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് നടക്കുന്നുണ്ടെന്ന് വിളിച്ച് ചോദിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും വഴി അന്വേഷിച്ചോ അറിഞ്ഞതിന് ശേഷം മാത്രം പോവേണ്ടതാണ്. പല അക്ഷയകളിലും വിളിച്ചാൽ ലഭിക്കാത്ത അവസ്ഥയുണ്ട്. പെൻഷൻകാർ ഭൂരിഭാഗവും വയസ്സായവരും മറ്റും ആയതിനാൽ തടസ്സമില്ലാതെ മസ്റ്ററിംഗ് നടക്കുന്നു എന്ന് വ്യക്തമായതിനു ശേഷം മാത്രം പോകുന്നതായിരിക്കും കൂടുതൽ ഉചിതം. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമയം സർക്കാർ നൽകുന്നതാണ്. നിലവിൽ 2 മാസത്തെ സമയം, അതായത് ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിനായിട്ട് നൽകിയിട്ടുണ്ട്. ഈ വർഷം ക്ഷേമ പെൻഷൻ പുതുതായിട്ട് അപേക്ഷിച്ച് അനുവദിക്കപ്പെട്ടവർ ഒഴികെയുള്ള എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ചത് 2024 ഡിസംബർ 31 മുൻപാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നടത്തുന്ന വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്തവരും ഇപ്പോൾ നടക്കുന്ന ഈ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. ആധാർ കാർഡാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗിനായിട്ട് അപേക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട രേഖയെന്ന് പറയുന്നത്. നിങ്ങളുടെ കൈവിരൽ രേഖയോ കണ്ണിൻ്റെ ഐറിസോ സ്കാൻ ചെയ്ത് അത് നിങ്ങൾ ആധാർ കാർഡിനായി എടുത്ത രേഖയുമായി താരതമ്യം ചെയ്ത് ഒന്നാണെന്ന് കണ്ടെത്തുന്നതിലൂടെയാണ് മസ്റ്ററിംഗ് വിജയകരമായിട്ട് പൂർത്തീകരിക്കുന്നത്. മസ്റ്ററിംഗ് വിജയകരമായിട്ട് പൂർത്തീകരിച്ചാൽ നിങ്ങൾ അതിൻ്റെ രേഖകളൊന്നും പഞ്ചായത്തിലോ മറ്റ് നൽകേണ്ടതായിട്ട് വരുന്നതല്ല. കാരണം മസ്റ്ററിംഗ് അക്ഷയയിൽ പൂർത്തീകരിക്കുമ്പോൾ തന്നെ ഓൺലൈനായിട്ട് തന്നെ പെൻഷൻ വെബ്സൈറ്റിൽ അക്കാര്യം അപ്ഡേറ്റ് ആകുന്നതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ കൈരേഖ മാഞ്ഞു പോയതുകൊണ്ടോ മറ്റോ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന് പറയുന്ന സ്ലിപ്പ് അക്ഷയയിൽ നിന്നും വാങ്ങേണ്ടതാണ്. തുടർന്ന് നിങ്ങൾക്ക് ഗസറ്റഡ് ഓഫീസിൽ നിന്ന് ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. അത് രണ്ടും നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണോ അവിടുത്തെ ഓഫീസിൽ നൽകേണ്ടതാണ്. അതുവഴി നിങ്ങൾക്ക് മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കാവുന്നതാണ്. 30 രൂപയാണ് അക്ഷയ കേന്ദ്രത്തിൽ നേരിട്ട് ചെന്ന് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിനുള്ള ഫീസ്. ഇനി കിടപ്പ് രോഗികൾ, മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെല്ലുവാൻ സാധിക്കാത്തവർക്കായി അക്ഷയ പ്രതിനിധികൾ വീട്ടിലെത്തി 2ാം ഘട്ടത്തിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് നൽകുന്നതാണ്. ഇതിന് 50 രൂപയാണ് ഫീസ്. വീടുകളിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നതിനായിട്ട് അത്തരം ഗുണഭോക്താക്കളുടെ പേരും അഡ്രസ്സും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ നൽകേണ്ടതാണ്. നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച പഞ്ചായത്തിലെ തന്നെ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് മസ്റ്ററിംഗിന് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഏതൊരു ഗുണഭോക്താവിനും കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. നിലവിൽ ജൂൺ മാസം പെൻഷൻ വിതരണമാണ് കഴിഞ്ഞിട്ടുള്ളത്. സർക്കാർ അടുത്ത ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ജൂലൈ 21 ശേഷമുള്ള തീയതിയിൽ സാധാരണ പോലെ തന്നെ നടത്തുന്നതാണ്. പലരും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാലേ ആ പെൻഷൻ തുക ലഭിക്കൂ എന്ന് കരുതി നേരത്തെ തന്നെ മസ്റ്ററിംഗ് ചെയ്യുവാൻ തിരക്ക് കൂട്ടുന്നു. എന്നാൽ മസ്റ്ററിംഗ് ചെയ്താലും ഇല്ലെങ്കിലും ജൂലൈ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും വിതരണം ചെയ്യുന്നതിനുള്ള പെൻഷൻ ലഭിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. അതിന് തടസ്സമൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഓഗസ്റ്റ് മാസം കഴിഞ്ഞ മസ്റ്ററിംഗ് ചെയ്യാതിരിക്കുന്നവർക്കാണ് സെപ്റ്റംബർ മുതലുള്ള പെൻഷന് തടസ്സം നേരിടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.